ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലക്ഷ്മി. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു മട്ടൻ കറിയാണ്. അപ്പോൾ എളുപ്പം തന്നെ വീഡിയോയിലേക്ക് പോവാം. കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ മട്ടനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. കറിക്ക് ആവശ്യത്തിനായിട്ട് ഞാൻ കുറച്ച് സവാളയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും ഒന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഉണക്കമുളക്, അതുപോലെ പച്ചമുളക്, പിന്നെ ഒരു ചെറിയ തക്കാളിയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കൊരു കുക്കർ ഒന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അത് ചൂടാവുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ ആദ്യം ചേർക്കുന്നത് ഞാൻ സവാളയും ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞു വെച്ചേക്കുന്നതാണ്. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കാം. നമുക്ക് ഇത് ഒരുപാട് അങ്ങനെ ബ്രൗൺ കളറൊന്നും ആവണ്ട, പക്ഷെ എല്ലാത്തിൻ്റെ ഒന്ന് പച്ചമണം മാറി വരും വരെ ആദ്യം ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി തുടങ്ങുന്ന സമയത്ത് നമ്മൾ ബാക്കി അരിഞ്ഞു വെച്ചേക്കുന്നു, ചതച്ച് വെച്ചേക്കുന്നതായുള്ള കഷ്ണങ്ങളെല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, അതുപോലെ തന്നെ ഉണക്കമുളക്, പിന്നെ പച്ചമുളക്, ഇത്രയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ സമയത്ത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാൻ ഈ സമയത്ത് ലേശം ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്, പെട്ടെന്നൊന്ന് വഴറ്റി എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പല്ല, ജസ്റ്റ് ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ ഈ ഐറ്റംസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഞാൻ നമ്മുടെ തക്കാളി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കണം. ഇതൊന്നും ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് എല്ലാത്തിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പം നമ്മൾ ആദ്യം ഇട്ടതിൻ്റെയൊക്കെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ തക്കാളി കൂടെ ഒന്ന് വാടി വന്നാൽ മതി. ഇപ്പൊ നമ്മുടെ എല്ലാ ഐറ്റവും ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. എല്ലാത്തിന്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ സമയത്ത് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിലാട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി. ഞാൻ ഒരു നുള്ള ഉലുവാപ്പൊടിയും കൂടെ ചേർക്കാറുണ്ട്. അതെല്ലാവരും ചേർക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ പക്ഷെ ഇതുപോലെ ഇറച്ചിക്കറിയൊക്കെ വെക്കുന്ന സമയത്തും മീൻകറി വെക്കുന്ന സമയത്തും ഒക്കെ ഞാൻ ലേശം ഉലുവാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതും കൂടി ഞാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി പൊടികളൊക്കെ ഒന്ന് പച്ചമണം മാറും വരെ വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുന്ന സമയത്ത് നമുക്ക് എണ്ണ കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇച്ചിരി എണ്ണ കുറവായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ ഒരു നുള്ള എണ്ണയും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് ഇതിലേക്ക് മീറ്റ് മസാലയോ അല്ലെങ്കിൽ ഗരം മസാലയോ ചേർത്ത് കൊടുക്കാം. അല്ല, മട്ടൻ മസാല അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ലേശം മട്ടൻ മസാല ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ആ പൊടിയുടെ കൂടെ പച്ചമണം മാറും വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ മസാലക്കൂട്ടിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന മട്ടൺ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വിസിലിടാതെ കുക്കർ 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് അതിൽ നിന്ന് ആവി വരുന്ന വരെ ഹൈ ഫ്ലെയിമിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇറച്ചിയിലേക്ക് പെട്ടെന്ന് തന്നെ മസാലയൊക്കെ കയറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെക്കുന്നത്. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലപോലെ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് തുറക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്നുകൂടെ ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് എടുക്കണം. ഇനി നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ ചെറു ചൂടുവെള്ളമാട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഈ സമയത്ത് നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഈ സമയത്ത് എന്തെങ്കിലും ഉപ്പിന്റെ പോരായ്മ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് തന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് വിസിലിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ഞാൻ ലോ ഫ്ലെയിമിൽ 3 വിസിലുമാണ് ഇടുന്നത്.
പിന്നെ ചില മട്ടൻ്റെയൊക്കെ വ്യത്യാസം അനുസരിച്ച് ചിലപ്പോൾ വിസിലിൻ്റെയൊക്കെ വ്യത്യാസം വരും. എനിക്ക് ഈ ഒരു ഇതിലാണ് കറക്റ്റായിട്ട് സാധാരണ മട്ടൺ വെന്ത് കിട്ടാറുള്ളത്. ഇപ്പോൾ നമ്മുടെ വിസിലൊക്കെ അടിച്ച് പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ നമ്മുടെ കറി ഒന്ന് തുറന്നിട്ടുണ്ട്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാം കുക്കായി വന്നിട്ടുണ്ട്. ചിലപ്പോൾ ചില പ്രഷർ കുക്കർ അല്ലെങ്കിൽ മട്ടൻ്റെ വ്യത്യാസം അനുസരിച്ചിട്ട് കുക്കിംഗ് ടൈമിനൊക്കെ ചിലപ്പോൾ വ്യത്യാസം വരും കേട്ടോ. ഇതുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു ഈസി കറിയാണ് അല്ലേ. കറി കുറച്ചുകൂടെ കുറുക്കി വേണമെന്നുണ്ട്, ചാറ് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ കുറച്ച് ചാറായിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത്രയും ചാറ് വേണ്ട, ഒന്നുകൂടെ കുറുകണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒന്ന് തണുത്തതിന് ശേഷം ഒന്നുകൂടെ തുറന്നതാട്ടോ. ഞാൻ നേരത്തെ അടച്ചു വെച്ചു ശേഷം അപ്പോൾ ഈ ഒരു പരുവത്തിൽ അതിൻ്റെ എണ്ണയെല്ലാം തെളിഞ്ഞ് ഇരിക്കുകയാണ്. അപ്പം നമുക്ക് എളുപ്പം തന്നെ തയ്യാറാക്കാവുന്ന ഒരു മട്ടൻ കറിയാണ് ഞാൻ ഇവിടുത്തെ കാണിച്ചത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.